പ്രതാപൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഏക സാക്ഷി അത് ജഗന്നാഥൻ മാത്രം. അയാളാണെങ്കി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. എനിക്കിപ്പോ തന്നെ എന്റെ ഋതുവിനെ കാണണം. ഋതുമോളെ, മോളെ ഇങ്ങോട്ടാ. രാജുവിനെ കാണാൻ പോവാണോ? അതെ ചെറിയമ്മ, എനിക്ക് രാജുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മിടുക്കി. ഇപ്പോഴാ ഋതുക്കുട്ടി ചെറിയമ്മയുടെ പൊന്നു മോളായത്. ഞാൻ അച്ഛനോട് സത്യം ചെയ്തതാ. എന്നുവെച്ച് രാജുവിനെ കാണുന്നത് കൊണ്ടൊന്നും അച്ഛൻ വഴക്കൊന്നും പറയില്ല. രാജുവിനോടുള്ള പ്രതാപേട്ടന്റെ സ്നേഹത്തെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ അന്നേരത്തെ സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ചു പോയിന്നേ ഉള്ളൂ. രാജുവിനെ മോള് കാണുന്നതിന് പ്രതാപേട്ടനൊന്നും പറയില്ല. മോള് ഇപ്പൊ തന്നെ പോയി രാജുവിനെ കാണ. ചെല്ല്. വന്നു വയ്യാവേലി. ഈ ചെറിയമേ പലതും പറയും. അത് കേട്ട് നടന്നാലേ നഷ്ടപ്പെടുന്നത് നിനക്കായിരിക്കും. ഇനി എന്താ എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? നിനക്ക് നിന്റെ അച്ഛനല്ലേ ഏറ്റവും വലുത്. ആ അച്ഛൻ നഷ്ടപ്പെടുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ? നീ മിണ്ടാതിരിക്കടി. ഞാൻ സംസാരിക്കുന്നതേ ഇവളോടാ. അതും ഇവളുടെ ഭാവിക്ക് വേണ്ടിയാ. പ്രതാപൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഏക സാക്ഷി അത് ജഗന്നാഥൻ മാത്രം. അയാളാണെങ്കി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇനി കണ്ണു തുറക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഒരാള് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇത്രയും നാളുണ്ടായിരുന്നതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് ആ ഒരാൾ ഉറപ്പിച്ച് പറഞ്ഞ പ്രതാപൻ വിശ്വസിക്കും. പത്മയെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ആ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അപ്പോ അംബിക പ്രതാപവർമ്മയുടെ മുൻപില് ഒരു മോശക്കാരിയായിട്ട് മാറില്ലേ? ഇത്ര നാളും മൊത്തമായും ചില്ലറയായും കൈവശം വെച്ചോണ്ടിരുന്ന പൊന്നാങ്ങളെ ആ പൊന്നുപെങ്ങൾക്ക് നഷ്ടാവില്ലേ? അയ്യോ, ആ കാര്യം ഓർത്തേ ആരും വിഷമിക്കുകയും കണ്ണീരൊഴുക്കുകയോ ഒന്നും വേണ്ട. അതൊക്കെ കൈകാര്യം ചെയ്യാനേ ഈ അംബികാവർമ്മയ്ക്ക് അറിയാം. പക്ഷേ അങ്ങനെ സ്വയം ബലിയാടാവുന്ന ഒരു തീരുമാനത്തിന് അംബികാവർമ്മ തയ്യാറാവണമെങ്കിൽ ഒരു വലിയ ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അതെ, അത്തരം ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ, ഒരു ലാഭം ഇല്ലാതെ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ. അതെ, എനിക്ക് ബെനിഫിറ്റ് വേണം. അതില്ലാതെ അംബിക ഒന്നും ചെയ്യില്ല. നീ എപ്പോഴും പറയാറില്ലേ ഈ ലോകത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് നിന്റെ അച്ഛനാണെന്ന്? അതിനെന്താ സംശയം? എന്റെ അച്ഛൻ കഴിഞ്ഞേ എനിക്കെന്തോ ഉള്ളൂ. എങ്കിലേ നീ വാ, നമുക്കൊരു ഡീല് സംസാരിക്കാം. മോളെ, നീ പോരുത്. ഇവര് നിന്നെ കുരുക്കാനുള്ള അടുത്ത കെട്ട് കയറെടുക്കുക. നീ പോയി രാജുവിനെ കാണ്. പ്രതാപേട്ടനെ എതിർക്കില്ല. മോള് ചെല്ലേ. ഇവരുടെ വാക്കൊന്നും കേക്കല്ലേ. ഋതികേ, നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും ഒരുമിപ്പിക്കണം. ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ളൊരു ഡീലാ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നേ. ഞാൻ തരുന്ന ഓഫർ ഇപ്പൊ നീ സ്വീകരിച്ച ഞാൻ പ്രതാപനോട് പറയും ഋതിക നിന്റെ മകള് തന്നെയാണെന്ന്. എനിക്ക് പറ്റിയ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാ ഇതെല്ലാന്ന്.
അതൊക്കെ അവനെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിക്കും. ആ ഞാൻ പറഞ്ഞ അവൻ വിശ്വസിക്കും. മോളെ, ഇതൊക്കെ ചതിയാ. നിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ, നിനക്ക് നിന്റെ ഭർത്താവിനെ തിരികെ കിട്ടണമെങ്കിൽ നീ ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരണം. വാ. ചിരമേ ഞാൻ ഈ ഡീല് സംസാരിക്കുന്നത് ഋതികയോട് മാത്രമാ. അതിന് യാമിനിയുടെ ആവശ്യമില്ല. ചെറിയമ്മ അറിയാത്ത ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിലില്ല. ആയിക്കോ, ചെറിയമ്മയോ വലിയമ്മയോ അറിയട്ടെ. ഞാൻ സംസാരിക്കുമ്പോ യാമിനി വേണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്റെ ഡീല് നിങ്ങൾ ഡിസ്കസ് ചെയ്തോ, അതിലെനിക്കൊരു വിരോധവും ഇല്ല. മോള് ചെല്ല്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവർക്ക് പറയാനുള്ളത് എന്താന്ന് കേക്ക്. അത് മാത്രമല്ല, ഞാൻ വന്നാ എനിക്ക് ദേഷ്യം വരും. ചെല്ല്. നീ ഇരിക്കെ. അമ്മായിയും മരുമോളും കൂടി ഒരു ഡീല് സംസാരിക്കുന്നതല്ലേ, അപ്പോ നമുക്ക് ഇരുന്നുകൊണ്ട് സംസാരിക്കാം. നീ ഇരിക്കേ. ഇവിടെ ഇപ്പോ നിന്റെ പ്രധാന പ്രശ്നം നീ പ്രതാപന്റെ മകള് തന്നെയാണോന്ന് പ്രതാപൻ വിശ്വസിക്കാത്തതല്ലേ? അതല്ലേ? അവൻ നിന്നെ ഇപ്പോഴും ഒരു വളർത്തു മകളായിട്ടാ കണ്ടിരിക്കുന്നെ. അവന്റെ ആ തെറ്റിദ്ധാരണ നീക്കണം. ഇത് തന്നെയല്ലേ നിങ്ങൾ കുറച്ചു മുൻപ് പറഞ്ഞത്? എന്നാ ഞാൻ പ്രതാപനിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളും നീക്കിത്തരാം. അതോടെ പത്മയും പ്രതാപനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അവരൊന്നാവുകയും ചെയ്യും. അതിനെന്താ നിങ്ങളുടെ ഡീല്? ഡീൽ ഇത്രയേ ഉള്ളൂ. പത്മയും പ്രതാപനും നീയും ഒരുമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരുമിക്കുമ്പോ ഞാൻ സ്വാഭാവികമായും ഈ വീട്ടിൽ നിന്ന് പുറത്താവും. ഞാനങ്ങനെ പുറത്താവാതിരിക്കാൻ വേണ്ടി ഈ വീടും മറ്റു പ്രോപ്പർട്ടികളും എന്റെ പേരിലേക്ക് എഴുതി തരണം.